ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ളോഗ് കാണാം. ഇന്ന് നമുക്ക് 4 കേക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 3 കേക്കിൻ്റെ ഓർഡറാണ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ബാറ്റർ ഉണ്ടോ ഞാനിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. ഇത് ബേക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു സ്ക്വയർ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേക്കിങ് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 വനില സ്പഞ്ചും അതുപോലെ നമുക്ക് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കാനുണ്ട്. ഒരു ചോക്ലേറ്റ് കേക്ക് മിനി കേക്കിൻ്റെ ഓർഡർ ഉണ്ട്, 1/2 kg. അപ്പോൾ അതിലേക്കുള്ള സ്പഞ്ചിൻ്റെ ബാറ്റർ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. ഒരു മെഷീനാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 5 ഇഞ്ചാണ് ടിന്ന് എടുത്തിട്ടുള്ളത്. നമുക്ക് 3 ലെയർ കേക്ക് മതി കേട്ടോ. അപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് നമ്മൾ എല്ലാ കേക്കും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റെഡിയാവുന്നുണ്ട്. അത് റെഡിയാകുമ്പോഴേക്കിന് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള സോസൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഓരോ കേക്കിലേക്കുള്ള ക്രീമും കാര്യങ്ങളൊക്കെ, ഓരോ കേക്കിനും ഓരോ ഫില്ലിങ്ങും ഓരോ സിറപ്പാണല്ലോ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്പഞ്ചസൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കിന് നമ്മളെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ കേക്ക് ലെയർ ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് കേക്ക് 1/2 kg ആയതുകൊണ്ട് 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡറും അതുപോലെ വൈറ്റ് ഫോറസ്റ്റും ആണുള്ളത്. അപ്പോൾ അതിലേക്കുള്ള സ്പഞ്ചസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബട്ടർ സ്കോച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് 5 ലെയറൊന്നും വേണ്ട, 4 ലെയർ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് ചെയ്തതിന് ഈ ഒരു ടൈമിലാണ് നമുക്ക് ആ ഒരു സ്ക്വയർ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്ക്വയർ കേക്കിന് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്രം കോട്ടിങ്ങിന് നിന്നിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് നമ്മളെടുത്ത് മോഡലൊന്നും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മളിഷ്ടത്തിന് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചോക്ലേറ്റ് കേക്കും അതുപോലെ ബട്ടർ സ്കോച്ച് കേക്കും ഒരേ കസ്റ്റമർക്കുള്ളതാണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ മോഡൽ മാത്രമേ അവർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കേക്ക് അവരുടെ വീട്ടിലേക്കും അതുപോലെ ബട്ടർ സ്കോച്ച് കേക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ അവർ കേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്കിൽ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു മോഡലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഗനാഷ് ഒഴിച്ചിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറച്ച് ഞാൻ മുകളിൽ ഡ്രിപ്പിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിങ്ങും നമ്മൾ ക്രം കോട്ടിങ് ഒരുമിച്ച് അതുപോലെ ഡിസൈനിങ് ഒക്കെ ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ വേറൊരു കേക്കാണ് കേട്ടോ. അതിൽ ബാലൻസ് വന്ന ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ജിപ്സം ഫ്ലവേഴ്സ്. അതാണ് നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ എക്സ്ട്രാ റേറ്റ് ഒന്നും മേടിച്ചിട്ടില്ല. നോർമൽ നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഞാൻ ചോക്ലേറ്റ് കേക്ക് സെയിൽ ചെയ്യുന്നത് 800 രൂപക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ 450 രൂപ കേട്ടോ. 400 രൂപയാണ് പകുതി. പിന്നെ നമ്മൾ 1/2 kg ആകുമ്പോൾ 50 രൂപ ഉണ്ടാവുമല്ലോ. അപ്പോൾ 450 രൂപക്കാണ് ഞാൻ ഈ കേക്ക് സെയിൽ ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമർ നമ്മളെ അടുത്ത് മോഡലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ചെയ്താണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എന്തോ ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ്ലി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കാര്യങ്ങൾ കാണാം. ക്രീം മിൽക്ക് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിംഗ് ആയിട്ടും ആ ഒരു സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നല്ല വെയിറ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ പ്രലൈൻസ് ആഡ് ചെയ്യണില്ല. നമ്മൾ ബട്ടർ സ്കോച്ചിൽ നമ്മൾ നട്ട്സും അതുപോലെ സോസും മാത്രമാണ് കേട്ടോ ഈ ഒരു കേക്കിലേക്ക് ആഡ് ചെയ്യണത്. ഇത് എങ്ങനെ ചെയ്താലും നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. കാരണം ആ ഒരു ക്രീമിൽ നമ്മൾ ആ ഒരു സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫില്ലിങ്ങും കൊടുക്കുമ്പോൾ തന്നെ നോർമൽ കേക്കിനേക്കായി നല്ല വെയിറ്റ് കൂടും കേട്ടോ. അപ്പം ഞാൻ 5 ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ കേക്കിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ 4 ലെയറിൽ നിർത്തി കേട്ടോ. അപ്പോൾ മുകളിലുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, ക്രീമും ഫില്ലിങ്ങൊക്കെ അത് നമ്മൾ അടുത്ത കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ 3 കേക്കും നമ്മൾ ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫോണ്ടൻ്റ് വർക്കൊക്കെ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. അപ്പോൾ ഓരോരോ കേക്കും നമ്മൾ കറക്റ്റ് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തതാണ് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ 3 കേക്കും ഒരുമിച്ച് ഓരോ സ്റ്റേജാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഡൗട്ടാവും കേട്ടോ ഏത് കേക്കാണ് ഏതാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള നമ്മൾ ഒരു കാറും അതുപോലെ കുട്ടിയുടെ നെയിമും മാത്രമേ ചെയ്യാണ്ടായിരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതുപോലെ മതി എന്നുള്ളത് കസ്റ്റമർ പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആണ് നമ്മൾ ഫസ്റ്റ് കേക്ക് കൊണ്ടുപോയിട്ടുള്ളത്.
ഇത് അവർ രാവിലെ ഒരു 10:30 കേക്ക് വന്നെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് കേക്ക് അവർ ഈവനിങ്ങിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കേക്കും നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ച് ചെയ്തപ്പോഴേ തന്നെയാണ് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെ കസിനുള്ളതാണ്. അപ്പോൾ അവൾ തന്ന ഓർഡറാണ്. കസിൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ, ബർത്ത്ഡേക്ക്. അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ്. മോഡലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തലേ ദിവസം നമ്മൾ ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്തതിൽ ജിപ്സം ഫ്ലവേഴ്സ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ നമ്മൾ കളറിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ സ്ക്രൈപ്പർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പിക്ചറും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മോഡലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് പിന്നെ കയ്യിലുള്ള സ്റ്റോക്കുള്ളത് വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്ലവേഴ്സ് നമ്മൾ ചുറ്റിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കത് ആ ഒരു റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കളറ് എന്തായാലും കേക്കിലേക്ക് അധികം അബ്സോർബ് ആവില്ല. നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് ടൈം ഞാൻ ഡിപ്പ് ചെയ്തിട്ടില്ല. ഡിപ്പ് ചെയ്ത പാടന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടോപ്പറും കൂടി വെച്ച് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവൾ കേക്ക് ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിയിട്ടോ. പക്ഷേ ഫോട്ടോസ് എടുക്കുന്ന ടൈമിലേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ മാറി അതിന് ശേഷമാണ് നമ്മൾ മുറ്റത്തുനിന്ന് പിന്നെ പുറത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ആ ഒരു കേക്ക് കൊണ്ടുപോയതിന് ശേഷം നല്ല ലേറ്റായിട്ട് വന്ന ഓർഡർ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് നമ്മൾ 8 ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർക്ക് അത്യാവശ്യം നല്ല പരത്തി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ 8 ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 1 kg ആണ് കേക്ക്. 2 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ കട്ടിക്ക് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെ ചെയ്ത് വന്നാലും വെയിറ്റ് കൂടും. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കേക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ 2 ലെയർ മാത്രമേ കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്താൽ ഇതിനുള്ളൊരു മോഡൽ കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് കേക്ക് ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. നമ്മൾ ഡിസൈന് തിരയാനുള്ള ടൈമൊന്നും എടുക്കണ്ട. അവർ തന്ന അതേ മോഡൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർ മോഡൽ തന്നിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനും അതിന് തിരയാനായിട്ട് കുറേ ടൈം എടുക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി ഫോണിൽ കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കുറേ ടൈം അങ്ങനെ പോവും. കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. അവർ തന്ന അതേ ബുക്ക് പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ അത് നമ്മൾ ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.